22-ാമത്തെ സൂറത്ത് അഹ്സാബിലെ 22-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നൊരു കാര്യം, വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗം, ജയിച്ചാൽ സമ്പത്ത്, ഇത് അനുയായികളെ അറിയിക്കുകയാണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണതെന്നാണ്. ഇവിടെ ജബ്ബാറിൻ്റെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നു. ഈ വിശ്വാസം എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുക? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചും വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും ഒരു സംഗതിയെ സംബന്ധിച്ച്, ആ പഠനത്തിലൊക്കെ ഏറ്റക്കുറവുകളുണ്ടാവാം, അത് മറ്റൊരു സംഗതിയാണ്. ഒരു സംഗതി അത് സത്യമാണ്, വസ്തുതയാണ് എന്ന് ബോധ്യമാവുമ്പോൾ അയാൾ അത് അംഗീകരിക്കുമ്പോഴാണ് അയാളെ സംബന്ധിച്ച് വിശ്വാസി എന്ന് പറയാം. ഇത് അടിച്ചേൽപ്പിക്കുന്നൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നതിന് ഇസ്ലാം എതിരാണ് എന്നതാണ് വസ്തുത. കഴിഞ്ഞ എപ്പിസോഡിൽ ആ സംഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ജബ്ബാറിൻ്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയാന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ വിശ്വസിച്ച് യുദ്ധം ചെയ്താൽ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാം യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. ശത്രു യുദ്ധത്തിന് ഒരുങ്ങി വരുമ്പോൾ, അയാൾ ആയുധം മൂർച്ച കൂട്ടി മുമ്പോട്ട് വരുമ്പോൾ ഓടിക്കോളിയടാ ഓടിക്കോളി എന്ന് പറയുന്ന രീതി ഒരിക്കലും ഇസ്ലാം അതിൻ്റെ അനുയായികളെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക തന്നെയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒരാദർശ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അത് ഇസ്ലാം മാത്രമല്ല, ലോകത്തുള്ള ഏത് ആദർശ പ്രസ്ഥാനത്തെടുത്താലും ആ ആദർശ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ എതിരാളികൾ അതിനാക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഓടി ഒളിച്ചാൽ ഒരിക്കലും ഒരു ആദർശവും ലോകത്ത് വിജയം കാണുകയില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന ആയുധം മൂർച്ചകൂട്ടി വരുന്ന ശത്രുക്കളെ നേരിടേണ്ടതുണ്ട്. ആ നേരിടണമെങ്കിൽ പലപ്പോഴും മനുഷ്യനെ അതിന് പ്രേരിപ്പിക്കേണ്ടി വരും, അവനെ പ്രചോദിപ്പിക്കേണ്ടി വരും. ആ രീതിയിൽ ഖുർആൻ, ഇസ്ലാം അതിൻ്റെ അനുയായികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്, പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തോട് ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. വഹരിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ, യുദ്ധത്തിന് വേണ്ടി വിശ്വാസികളെ പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ഇവിടെ ആരും മറച്ചു വച്ചിട്ടില്ല. അപ്പോൾ പ്രേരണ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആദർശ പ്രസ്ഥാനങ്ങളും മാത്രമല്ല, ഏത് രാഷ്ട്രവും ചെയ്യുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ആധുനിക രാഷ്ട്രങ്ങൾ യുദ്ധത്തിനായിട്ടാണല്ലോ ഈ പട്ടാളത്തെ തീറ്റിപ്പോയിട്ടുള്ളത്. ശത്രു രാഷ്ട്രവുമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ പട്ടാളക്കാരെ യുദ്ധക്കളത്തിലേക്ക് അയക്കുന്നു. അകാരണമായിട്ട് അല്ലെങ്കിൽ അനുവാദമില്ലാതൊരു പട്ടാളക്കാരൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അയാളുടെ മേൽ നടപടിയെടുക്കുന്നു. ചിലപ്പോൾ അയാളെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ നിയമമനുസരിച്ച് അയാളെ ശിക്ഷിക്കുന്നു. ഇതൊക്കെ ആധുനിക ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന സംഗതിയാണ്. എന്നാൽ ഇവിടെ ആധുനിക ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ആധുനിക പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാമിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ഈ പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഭടന്മാർക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു സ്വപ്നമില്ല എന്നുള്ളതാണ്. കവിഞ്ഞാൽ ഉള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കാം, നാട് വിജയിച്ചു, അപ്പോൾ എന്തെങ്കിലും വീരചക്രം ഒക്കെ കിട്ടിയെന്ന് വരും. ഇത് ഇവിടം വെച്ച് ഒടുങ്ങുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം അതിൻ്റെ അനുയായികളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്വപ്നം അവർക്ക് നൽകിക്കൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നതാണ് അവരോട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സംഗതിയിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടാകും. അവർ സർവ്വവീര്യവും കയ്യിലെടുത്തുകൊണ്ട് ശത്രുവിനോട് പൊരുതും. അങ്ങനെ വരുമ്പോൾ ഈ ആദർശത്തെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രം മുമ്പോട്ട് വെക്കുന്നൊരു സംഗതിയുമല്ല.
നമ്മളുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നത്. കാരണം പാർട്ടി നിലനിർത്താൻ രക്തസാക്ഷികളെ സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ ഒരാവശ്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിലനിൽക്കാൻ രക്തസാക്ഷിത്വം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവിടെ ഇപ്പോൾ ആധുനിക നമ്മുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടല്ല. ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിനോടാണ് സംവദിക്കുന്നത്. അതുകൊണ്ട് മനസ്സാക്ഷിയില്ലാത്ത ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ മനസ്സാക്ഷിയുള്ള, വിവേകമുള്ള, മാന്യതയുള്ള മനുഷ്യന്മാർ അവർ ഏത് തലത്തിൽപ്പെട്ടവരായിരുന്നാലും, ചിലപ്പോൾ അവർ ഇസ്ലാമിൻ്റെ ബദ്ധ വൈദികളാണെങ്കിൽ പോലും അവർ ആത്മാർത്ഥമായിട്ട് ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും കാണാത്ത ആളല്ല ജബ്ബാർ എന്ന് പറയുന്ന ഈ ഇരുകാലി. ജബ്ബാറിന് ഇസ്ലാമിനെ വിമർശിച്ചേ ഉറക്കം വരൂ എന്നതുകൊണ്ട് അയാൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് സത്യസന്ധമായി കാര്യങ്ങൾ കൈയാളാന്നുള്ളത് ജബ്ബാറിന് വലിയ ഭാഷയുള്ള നിർബന്ധമുള്ള കാര്യമില്ലാത്തത് കൊണ്ട് അവിടെയും ജബ്ബാർ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ രക്തസാക്ഷികൾക്ക് സ്വർഗം എന്നതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സംഗതി. അത് വളരെ ശരിയാണ്. ഇവിടെ മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്ക് രക്തസാക്ഷികളായാൽ അവർക്ക് എന്താണ് ഇവരുടെ മുമ്പിൽ വെക്കാനുള്ള വാഗ്ദാനം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ല എന്നുള്ളതാണ് വസ്തുത. കവിഞ്ഞാൽ ജയിച്ചാൽ വീരചക്രം കിട്ടും, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള മുക്തകണ്ഠ പ്രശംസയ്ക്ക് അവർ അർഹരായി എന്ന് വരും. ചിലപ്പോൾ അതിൽ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്പം കണ്ണീരൊഴുക്കും. ഒരു ഗവൺമെൻറ്റിൻ്റെ ആദരവോട് കൂടി ആ ശവം മറവ് ചെയ്യും. അപ്പോൾ കുടുംബത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയെന്ന് വരും. അതൊക്കെ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കണമല്ല. ജബ്ബാറിനെ പോലുള്ള ആളുകൾ അത് നിഷേധിക്കുന്നുവെങ്കിൽ അത് അവരുടെ കാര്യം. അവർ അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കാത്ത ആളുകൾക്ക് പിന്നെ അങ്ങനെയുള്ളൊരു ജീവിതത്തെ സംബന്ധിച്ച് സ്വപ്നം കാണുന്നതിന് അർത്ഥമില്ല. എന്നാൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് അവസാനിക്കണമല്ല, അതിന് മറ്റൊരു തുടർച്ച കൂടിയുണ്ട് മരണാനന്തര ജീവിതത്തിൽ. ആ തുടർച്ചയിൽ മനുഷ്യന് ഏറ്റവും ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകും അള്ളാഹു. ആർക്ക്? അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട്, അവൻ്റെ പ്രവാചകന്മാരെ ഇഷ്ടപ്പെട്ട്, അവൻ്റെ ദീനിനെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോവുകയും ആ ദീനിൻ്റെ വിജയത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരാവുകയും, വേണ്ടി വന്നാൽ ജീവൻ പോലും ബലി നൽകാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നവർക്ക് അങ്ങനെ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. ആ വാഗ്ദാനം സത്യസന്ധമാണ്, യാഥാർത്ഥ്യമായി പുലരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരെ ഇതിൻ്റെ പിന്നാലെ പോവുള്ളൂ. ഇവിടെ ഇസ്ലാമിൻ്റെ പേരിൽ രക്തസാക്ഷിയായാലും മറ്റെന്തിൻ്റെ പേരിൽ രക്തസാക്ഷിയായാലും അതോടുകൂടി ഈ ലോകത്തുള്ള അയാളുടെ ജീവിതം ഒടുങ്ങുകയാണ് ചെയ്യണത്. പിന്നെ മരണത്തിന് ശേഷം എന്ത്? അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാദർശത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വെക്കുക. ഇയാൾക്ക് മരണത്തിന് ശേഷം അയാൾക്ക് എന്താണ് കിട്ടുക? അതിനെ സംബന്ധിച്ച് ഇസ്ലാമല്ലാത്ത മറ്റ് മതങ്ങളാവട്ടെ, മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ട്. ആധുനിക ഇസങ്ങൾ, കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്കോ ആധുനിക രാഷ്ട്രങ്ങൾക്കോ ഇങ്ങനെയുള്ള വല്ലതും, ഇപ്പോൾ ജനാധിപത്യ മതേതര രാഷ്ട്രങ്ങളൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മരണത്തിന് ശേഷം, മരണത്തോടു കൂടി അത് അവസാനിച്ചു, മരണത്തിന് ശേഷം അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ ഇവരുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മരണം പിന്നെയും തുടരുന്നത് കൊണ്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇവിടെ മരിച്ചാലും അവർ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ രക്തസാക്ഷിക്ക് മരണമില്ല എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മാത്രം പറയണതല്ല, രക്തസാക്ഷിക്ക് മരണമില്ല
എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഖുർആൻ വളരെ പച്ചയായി പറഞ്ഞു. അവർക്ക് ചില വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. അതാണ് സ്വർഗത്തിലുള്ള മഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും അള്ളാഹുവിൻ്റെ അടുത്തുള്ള അംഗീകാരവും എന്നൊക്കെ പറയുന്നത്. ഇതിനെ കുറച്ച് കാണിക്കാനുള്ളതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഇവിടെ ചെയ്യണത്. അത് ജബ്ബാറിൻ്റെ ജോലിയാണ്, ജബ്ബാർ നടത്തട്ടെ. പക്ഷേ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു വാഗ്ദാനം അത് ഇസ്ലാം നൽകുന്നു എന്നത് ശരിയാണ്. മറ്റ് രാട്ടങ്ങൾക്കോ ഇസങ്ങൾക്കോ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് അയാളുടെ കുടുംബക്കാർക്ക് ചിലപ്പോൾ അവിടെ കുറച്ച് കാലത്തേക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമെന്ന് മാറ്റി നിർത്തിയാൽ ഈ വ്യക്തിക്ക് എന്ത് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് എന്തായിരിക്കും ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് മറുപടി? ഇവിടെയാണ് ഇസ്ലാം മനുഷ്യൻ്റെ വികാരത്തെയും അവൻ്റെ സ്വപ്നം കാണാനുള്ള കഴിവിനെയൊക്കെ ആദരിച്ചുകൊണ്ട് നിനക്കൊരു ജീവിതം വരാനുണ്ട്, ആ ജീവിതത്തിൽ നിനക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നേടാൻ കൂടി ഇത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ആദർശരംഗത്തുള്ള പോരാട്ടത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്, അവിടെ മുന്നേറിക്കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പരാജയപ്പെടുത്തിയാൽ നീ വിജയിച്ചു. അതോടുകൂടി നിനക്ക് ഈ ഭൂമിയിൽ തന്നെ അന്തസ്സോടു കൂടി ജീവിക്കാൻ കഴിയും. ഇനി നീ മരിച്ചാലോ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, കൂടുതൽ നേടാനേ ഉള്ളൂ എന്നാണ് ഖുർആൻ ഇസ്ലാം ഒരു മുസ്ലിമിനെ പഠിപ്പിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് 2 ഹുസ്ന തറബസൂന ബിന ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈൻ, ഞങ്ങൾക്ക് 2 ഹുസ്ന, 2 സുന്ദരമായ നേട്ടങ്ങൾ, അതാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് മുനാഫിക്കുകളോട് സംവദിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ജബ്ബാറിനോടും പറയാനുള്ളത്. ജബ്ബാറിന് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നേട്ടം കിട്ടാനുള്ളത്? ജബ്ബാറിന് കുറച്ച് സംഘികളുടെ ഇസ്ലാം വിരുദ്ധരുടെ കയ്യടി ഇവിടെ നേടാമെന്നത് കവിഞ്ഞൊന്നും നേടാനില്ല എന്ന് മാത്രമല്ല, ഇത് ആത്യന്തികമായി പരിശോധിക്കുമ്പോൾ ജബ്ബാർ അംഗീകരിച്ചാലില്ലെങ്കിലും ജബ്ബാറിൻ്റെ മരണാനന്തര ജീവിതത്തിൽ ജബ്ബാറിന് ഏറ്റവും വലിയ നഷ്ടമാണ് ജബ്ബാർ സ്വയം വരുത്തി വെക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആത്മാർത്ഥമായിട്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുത്താൽ അയാൾക്ക് കിട്ടാൻ പോണത് ഒന്നുകിൽ ഇവിടെ ഇസ്ലാം വിജയിക്കും, ഇനി വിജയിച്ചിട്ടില്ലെങ്കിൽ തന്നെ അയാൾക്ക് പരലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം കിട്ടാണ്ടെന്ന് ഖുർആൻ അയാളെ അയാളോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അയാളെ പ്രേരിപ്പിക്കേണ്ടതൊക്കെ ഉണ്ട്. ശരിയാണ്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, എന്ത് നൽകാനുണ്ട് വാഗ്ദാനമായിട്ട്? ഇതിനാണ് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ മറുപടി പറയേണ്ടത്. അപ്പോൾ സ്വയം ഒന്നും നൽകാനില്ല എന്നതുകൊണ്ട് വട്ടപൂജ്യം ഒന്നുമില്ലാത്ത ആളുകൾ കൈ നിറയെ സമ്മാനം കൊടുക്കാൻ വകയുള്ള ഒരു പ്രസ്ഥാനത്തോട്, അങ്ങനെയുള്ള ഒരു ശക്തിയോട് വെറുതെ കൊഞ്ഞനം കുത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ജബ്ബാറിനെ ഓർമ്മിപ്പിക്കാനുള്ളത്.